മൊറോക്കോ എന്തുകൊണ്ട് ഭയക്കണമെന്ന് വിനീഷേട്ടൻ 2022 ലോകകപ്പ് കണ്ടവരാരും മൊറോക്കോയെ എഴുതിത്തള്ളാൻ കഴിയില്ല. ഞാൻ പറയുന്നു ബ്രസീലിന്റെ ഫസ്റ്റ് മാച്ച്, ബ്രസീൽ യാത്ര തുടങ്ങുന്ന മാച്ച് എന്നതിനപ്പുറത്തേക്ക് ഈ വേൾഡ് കപ്പിൽ ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും ക്രൂഷ്യൽ മാച്ച് എന്തായാലും ഏറ്റവും കടുപ്പമേറിയ മാച്ച് തീർച്ചയായിട്ടും. കാരണം ഈ ഫസ്റ്റ് മാച്ച് ജയിക്കുക എന്ന് പറയുന്നത് വലിയ നിർണായകമാണ്, പ്രത്യേകിച്ച് ലീഗ് സ്റ്റേജിലേക്ക്. നമുക്കറിയാം ഇത് മൂന്നാമത്തെ ബെസ്റ്റ് സ്ഥാനക്കാരൻ കൂടി നോക്കൌട്ട് റൗണ്ട് ഓഫ് 32 വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഫസ്റ്റ് മാച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഹരിഗോവിന്ദ് വായിച്ച ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ആരാ അതിനകത്ത് മോശം? എല്ലാവരും യൂറോപ്പിലെ മേജർ ടീമുകളിൽ കളിക്കുന്ന താരങ്ങളാണ്. ഈ മൊറോക്കോയുടെ ഒരു പ്രത്യേകത അവരുടെ ട്രാൻസിഷനാണ്. അവർ പെട്ടെന്ന് ക്വിക്ക് ട്രാൻസിഷൻ ചെയ്യും, ഡിഫൻസിൽ നിന്ന് അറ്റാക്കിലേക്ക് പോകുന്നത്. അവിടെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴും നമ്മൾ പറഞ്ഞ ആ 4 പേര് അവിടെ ഒരു സുരക്ഷിതമായ ഒരു കവചം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മാച്ചിലെ ഒരു 1-on-1 ഇന്ന് വരാൻ പോകുന്നത് വിനീഷ്യസും ഹക്കീമിയും തമ്മിലുള്ള പോരാട്ടമാണ്. എങ്ങനെയുണ്ടാവും അത്? അല്ല, അത് പറയാൻ കാരണം എന്താ അറിയോ, ഹക്കീമിക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള താരമാണ്, അറ്റാക്കിനെ ജോയിൻ ചെയ്യാൻ. അങ്ങനെ പോകുമ്പോൾ അതാണ് അവരുടെ കളിയുടെ ശൈലി പോലും. അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരാൾ റെഡിയാണ്, വിനീഷ്യസ് ജൂനിയർ. അപ്പൊ എങ്ങനെ പോവും, എപ്പോൾ പോവും, എങ്ങനെയൊക്കെ പോകാണ്ടിരിക്കണം, ഇതൊക്കെ ഒരു ഡിസിഷൻ മേക്കിംഗ് അവിടെ വരുന്നുണ്ട്. ക്ലാസിക് ക്ലാഷ് ആണ് നടക്കാൻ. അഷ്റഫ് ഹക്കീമിയെ മറികടക്കാൻ വിനീഷ്യസിന് കഴിയുമോ? അങ്ങനെ എന്നുവെച്ചാൽ നേരെ തിരിച്ചും കാണാമല്ലോ. അതെ, ഇത് മാത്രമല്ല, കഴിഞ്ഞ ലോകകപ്പില് ഈ പാർക്കിംഗ് ശൈലി, അതായത് ഡിഫൻസ് വളരെ വിദഗ്ധമായി കളിക്കുകയും കൗണ്ടർ അറ്റാക്ക് വളരെ വേഗത്തിൽ നടത്തുകയും ചെയ്ത ഒരു ടീമാണ് മൊറോക്കോ. ഒരു കാര്യം പറഞ്ഞു തരാം, മൊറോക്കോ ഇന്നൊരു ഗോൾ നേടിയാൽ തിരിച്ചു ഗോൾ നേടുക ബ്രസീലിന് വലിയ വെല്ലുവിളിയായിരിക്കും. കാരണം മുഴുവൻ താരങ്ങളും ഇങ്ങ് ഗോൾ കീപ്പറുടെ മുന്നിൽ നിലനിൽക്കുന്നു.